ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാഗ്നറ്റിസം, കാന്തത്തിനെ കുറിച്ചുള്ള പാഠം തീർന്നു. എസ് ഒക്കെ ചെയ്തു, എല്ലാവരും ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്പെറിക്കൽ മിറേഴ്സ്, പ്രതിഫലനം ഗോളീയ ദർപ്പണങ്ങൾ. അതാണ് അടുത്ത ചാപ്റ്റർ. ദർപ്പണം അല്ലെങ്കിൽ മിറർ ആണ്, കണ്ണാടികളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ലൈറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്, ഏറ്റവും ലളിതമായതും നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പരിചയപ്പെട്ടുള്ളതായിട്ട് ഒരു പ്രോപ്പർട്ടിയാണ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മിനുസമായ പ്രതലങ്ങളിൽ പ്രകാശം വന്ന് തട്ടി തെറിക്കും. പന്തൊക്കെ ചുമരുമ്പോ ചെന്ന് തട്ടി തെറിക്കണ മാതിരി. അപ്പോൾ ആ റിഫ്ലക്ഷനെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന പ്രകാശിക ഉപകരണം, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? മിറർ അല്ലെങ്കിൽ കണ്ണാടി. ഓരോ സ്വഭാവത്തിനെയും, പ്രകാശത്തിന്റെ, ലൈറ്റിന്റെ ഓരോ പ്രോപ്പർട്ടിയെ കുറിച്ച് പഠിക്കാനും ഓരോ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ഉപയോഗിക്കും. റിഫ്ലക്ഷനെ കുറിച്ച് പഠിക്കാൻ മിറേഴ്സ്, അതുമാതിരി റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനത്തിനെ കുറിച്ച് പഠിക്കാനായിട്ടാണ് ലെൻസ് ഉപയോഗിക്കുക. ഈ വർഷം നമുക്ക് പഠിക്കാനില്ല. അപ്പൊ നമുക്ക് പ്രതിഫലനം നമുക്ക് ഏറ്റവും അധികം പരിചയമുള്ളത് നമ്മുടെ സമതല ദർപ്പണങ്ങളിലാണ്. പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ ഇത്തരത്തില് അതിന്റെ പ്രതിഫലിക്കുന്ന തലം എങ്ങനെ പ്ലെയിൻ ആയിട്ട്, അതാണ് നമുക്ക് ഏറ്റവും പരിചയം. പക്ഷെ അങ്ങനെ പ്ലെയിൻ തന്നെ ആയിക്കൊള്ളുന്നില്ല. വക്രതലം, കെർവ്ഡ് ആയിട്ടുള്ള സർഫസുകളും എന്ത് ചെയ്യും? പ്രകാശത്തിനെ പ്രതിഫലിപ്പിക്കും. അപ്പൊ ഇത് മനസ്സിലാക്കി, ഇത് നമുക്ക് അനുഭവപ്പെടണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ടീസ്പൂൺ എടുത്ത് നോക്കുക. ടീസ്പൂണിന്റെ ഒരു ഭാഗം കോൺകേവ്, ഒരു ഭാഗം ഉള്ളിലേക്ക് കുഴിഞ്ഞ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് ആയിരിക്കും. അവിടെ ഒരു പ്രത്യേക പൊസിഷനിൽ ടീസ്പൂൺ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖം അതിൽ കാണാൻ പറ്റും. ഈ ഭാഗത്തും നമുക്ക് മുഖം കാണാൻ പറ്റും, രണ്ട് ഭാഗത്തും കാണാൻ പറ്റും. അപ്പൊ ഉള്ളിലേക്ക് കുഴിഞ്ഞ ഭാഗമുണ്ട്, പുറത്തേക്ക് തള്ളിയ ഭാഗമുണ്ട്. അപ്പോ അതിനാലാണ് ഇമേജ്, അവിടെ അടുത്ത പേജിൽ പറഞ്ഞത്, ഇമേജസ് ആർ ഫോംഡ് നോട്ട് ഓൺലി ഇൻ പ്ലെയിൻ മിറേഴ്സ് ബട്ട് ഓൾസോ ഇൻ സ്മൂത്ത് സർഫസസ്, കർവ്ഡ് സർഫസസ് എന്ന് പറഞ്ഞാൽ എന്താ? വക്രതലങ്ങളിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇമേജുകൾ ലഭിക്കും. അപ്പൊ ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്ത്? നമ്മുടെ ടീസ്പൂൺ. അടുത്തത് spherical mirrors. In the spherical mirrors are mirrors in which the reflecting surface is a part of a sphere. Reflecting surface, പ്രതിഫലന തലം ഒരു ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് എന്ത്? സ്ഫെറിക്കൽ മിറേഴ്സ്, ഗോളീയ ദർപ്പണങ്ങൾ. അപ്പോ ടീസ്പൂൺ എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം നമ്മൾ കണ്ടു, ഒരു ദർപ്പണം പോലെ, കണ്ണാടി പോലെ പ്രവർത്തിക്കും, മിറർ പോലെ പ്രവർത്തിക്കും. ഈ ഭാഗം സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു ഗോളത്തിന്റെ കട്ട് ചെയ്ത ഭാഗം. അപ്പൊ ഇതൊരു ഗോളത്തിന്റെ ഭാഗം. അപ്പൊ ഇതെന്താ? ഒരു സ്പെറിക്കൽ മിറർ ആണ്. അപ്പൊ ഇതിന്റെ പേരെന്താ? കോൺകേവ്, ഗുഹ മാതിരി. ആ റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ളിലേക്ക് കുഴിഞ്ഞ മാതിരിയുള്ള ദർപ്പണങ്ങളാണ് എന്ത്? കോൺകേവ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇതും ഒരു സ്ഫിയറിന്റെ ഭാഗമാണ്, ഒരു ഗോളത്തിന്റെ ഭാഗമാണ്, ഇങ്ങനെയുള്ള ഒരു ഗോളത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ ഭാഗം ആണ് റിഫ്ലക്ട് ചെയ്യുന്നത്, ഇത് പുറത്തേക്ക് തള്ളിയതാണ്, അതാണിത് കോൺവെക്സ്. അപ്പൊ കേവ് എന്നുള്ള അത് ഓർത്ത് കഴിഞ്ഞാൽ അറിയാം, ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. അപ്പൊ സ്ഫെറിക്കൽ മിറേഴ്സ് ആർ മിറേഴ്സ് ഇൻ വിച്ച് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് എ പാർട്ട് ഓഫ് ദ സ്ഫിയർ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ദർപ്പണങ്ങളെ കുറിച്ച്, മിറേഴ്സിനെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് നമുക്ക് ചില ടേംസ്, പദങ്ങൾ പരിചയപ്പെടണം. അപ്പോൾ സാധാരണ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്സില് പ്രകാശത്തിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചിനാണ് നമ്മൾ എന്ത് പറയുക? ഒപ്റ്റിക്സ് രണ്ട് തരത്തിൽ പഠിക്കാം. ജോമെട്രിക്കൽ മെത്തേഡും ഉണ്ട്, എക്സ്പെരിമെന്റൽ മെത്തേഡും ഉണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിലൊക്കെ ജോമെട്രിക്കൽ മെത്തേഡാണ് പഠിക്കുക. ജോമെട്രിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ജ്യാമിതീയ നിയമങ്ങൾ ഉപയോഗിച്ച് ചിത്രം വരച്ചാൽ നമുക്ക് പ്രതിബിംബത്തിന്റെ എല്ലാ സ്വഭാവമുള്ള ചിത്രം കിട്ടും. അപ്പൊ ഇത് ഏത് രീതിയായാലും നമുക്ക് ചില ടേംസ് അറിഞ്ഞിരിക്കണം. അത് പരിചയപ്പെടലാണ് അടുത്തതായിട്ട്. ആദ്യത്തത് സെന്റർ ഓഫ് കർവേച്ചർ, വക്രതാ കേന്ദ്രം. അപ്പൊ നമ്മൾ കണ്ടു. അപ്പൊ എങ്ങനെയാ കോൺകേവും കോൺവെക്സും ചിത്രം വരയ്ക്കുക നമുക്ക് ആദ്യം നോക്കണം. അപ്പൊ ഉള്ളിലേക്ക് കുഴിഞ്ഞ പ്രതിഫലന തലം ഉള്ളതാണ് എന്ത്? കോൺകേവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കണം ഇതായിരിക്കണം പ്രതിഫലന തലം. പ്രകാശം ഇവിടെ വന്ന് തട്ടി തെറിക്കണം. അപ്പോ എപ്പോഴും ദർപ്പണം, കണ്ണാടികളുടെ പ്രതിഫലന തലം മാത്രമേ മിനുസുണ്ടാവുള്ളൂ. മറ്റേ ഭാഗത്ത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടാവും, പെയിന്റോ മെർക്കുറി എന്തെങ്കിലും പൂശിയുണ്ടാവും, രസം. അപ്പൊ ഇവിടെ നമ്മൾ ഷെയ്ഡ് ചെയ്യണം. അപ്പൊ ഇത് കോൺകേവ് ആയി. അപ്പൊ ഇനി കോൺവെക്സ് എങ്ങനെയാ വരയ്ക്കുക? ഞാൻ ഇങ്ങനെ വരച്ചു, ഈ ഭാഗമാണ് പ്രതിഫലിക്കേണ്ടത്. അപ്പൊ മറുഭാഗം ഷെയ്ഡ് ചെയ്യണം, അത് വരയ്ക്കണം. ഇത് രണ്ടും എന്താ? ഒരു
ഗോളം. ഇവിടെ ഗോളമല്ല, എനിക്ക് വൃത്തേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇതാണ് എന്റെ വൃത്തം, വൃത്തത്തിന്റെ ഭാഗം. ഇതും അതേ ഒരു വൃത്തത്തിന്റെ ഭാഗം. ഇനി the center of the sphere of which the mirror is a part. ഈ മിറർ, ഈ ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമായാണോ വരുന്നത് ആ ഗോളത്തിന്റെ സെന്റർ ആണ് എന്ത്? സെന്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രതാ കേന്ദ്രം. ഇവിടെ അതെ ഈ ഭാഗം ഇങ്ങനെയുള്ള ഒരു ഗോളത്തിന്റെ ഭാഗമായിട്ട് വരും. അപ്പൊ ഇതാണ് എന്ത്? സെന്റർ ഓഫ് കർവേച്ചർ. ഇനി അടുത്തത് a straight line drawn from the center of curvature to the mirror is a normal, will be a normal to the mirror. ഇങ്ങനെ ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ, വക്രതാ കേന്ദ്രത്തിൽ നിന്നും ഒരു നേർരേഖ വരച്ചു കഴിഞ്ഞാൽ ആ നേർരേഖ ദർപ്പണത്തിന്, മിററിന് നോർമൽ ആയിരിക്കും. നോർമൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിലായിരിക്കും. അതാണ് ഓർക്കേണ്ടത്. ഇവിടേക്ക് വരച്ചാലും അതെ 90 ഡിഗ്രിയിലായിരിക്കും. അപ്പൊ അത് പ്രത്യേകം ഓർക്കണം. എനി ലൈൻ ഡ്രോൺ ഫ്രം ദ സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ ഈസ് നോർമൽ ടു ദ മിറർ. അടുത്തത് റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ എന്താ? റേഡിയസ് ഓഫ് കർവേച്ചർ ഈ റേഡിയസ് ഓഫ് ദ സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് എ പാർട്ട്. ഈ മിറർ, ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമായിട്ടാണോ വരുന്നത് ആ ഗോളത്തിന്റെ റേഡിയസ്. അപ്പൊ ഇത് റേഡിയസ് ആണ്. ഇങ്ങനെ വരച്ചാലും റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്, അല്ലായിരിക്കാം. അടുത്തത് പോൾ. പോൾ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇറ്റ് ഈസ് എ ജോമെട്രിക്കൽ മിഡ് പോയിന്റ് ഓഫ് ദ മിറർ. ജാമ്യതീയ മധ്യബിന്ദു എന്ന് പറഞ്ഞാൽ ആ ദർപ്പണം, ആ ദർപ്പണം എടുത്തു കഴിഞ്ഞാൽ, കണ്ണാടി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നടുഭാഗം, അതാണ് എന്ത്? പോൾ. ഇനി അടുത്തത് അപ്പർച്ചർ. അപ്പർച്ചർ അപ്പർച്ചർ ഈസ് ദ ഏരിയ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ്. ഇപ്പോ ഇതാണ് ഇവിടെ കോൺകേവ് ദർപ്പണം. ഇതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് പറഞ്ഞാൽ ഇതാണ്. ഇത്രയും ഭാഗമുണ്ട് ഏരിയ. ഇനി ഇത് വേറെ കോൺകേവ് ദർപ്പണം. ഇതിന്റെ അപ്പർച്ചർ കുറവാ. ചെറിയ ടീസ്പൂൺ, വലിയ ടീസ്പൂൺ. ഇവിടെ ഏരിയ വളരെ കുറവാണ്. അപ്പൊ അതാണ് എന്ത്? അപ്പർച്ചർ. ഇനി അടുത്തത് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് പോൾ. അപ്പൊ ഏതാ പ്രിൻസിപ്പൽ ആക്സിസ്? ഇതാണ്. അപ്പൊ ഇനി ചിത്രം വരയ്ക്കുന്ന സമയത്ത്, സാധാരണ ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഇനി ഗോളൊന്നും വരയ്ക്കില്ല. നമ്മൾ എന്തേ വരയ്ക്കുള്ളൂ? മിറർ മാത്രമേ വരയ്ക്കുള്ളൂ. ഏത് മിററാണ് വരയ്ക്കേണ്ടത് നോക്കുക. കോൺകേവ് ആണോ കോൺവെക്സ് ആണോ വരയ്ക്കേണ്ടത് നോക്കുക. കോൺകേവ് ആണെങ്കിൽ അത് വരച്ചു. എവിടെ ഷെയ്ഡ് ചെയ്യണം? ഇവിടെ ഷെയ്ഡ് ചെയ്തു. സി, ഏകദേശം സി മാർക്ക് ചെയ്തു. പോൾ ഇതിൽ കൂടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ എന്തായി? പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ മുഖ്യ അക്ഷമായി. ഇനി കോൺവെക്സ് ആണെങ്കിലോ ഇങ്ങനെ വരച്ചു. ഇവിടെ ഷെയ്ഡ് ചെയ്തു, സെന്റർ മാർക്ക് ചെയ്തു, സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇത് മുഖ്യാക്ഷായി. അപ്പൊ ഈ രണ്ട് ചിത്രങ്ങളും വരച്ച് പഠിക്കണം. ഇത്രയും ടേംസും അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് റിഫ്ലക്ഷൻ ഫ്രം എ സ്ഫെറിക്കൽ മിറർ. അതിൽ നമുക്ക് ആദ്യം ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണ്, പ്രതിഫലന നിയമമാണ് പഠിക്കാനുള്ളത്. പ്രതിഫലന നിയമത്തിന് 2 പാർട്ടുണ്ട്. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. ആദ്യത്തത് എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതാണ് പാർട്ട്. അങ്ങോട്ടും മാറി നമ്മൾ ആദ്യം ഇത് ഡിസ്കസ് ചെയ്യാമെങ്കിൽ സെക്കൻഡ് പാർട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് അടുത്ത പാർട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഈക്വൽ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. എന്താ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ഇപ്പോ ഒരു ലൈറ്റ് റേ, ഇത് ഞാനാണ് കണ്ണാടി എന്ന് വിചാരിച്ചോളൂ. ഒരു ലൈറ്റ് റേ വന്ന് പതിച്ചു. അപ്പൊ ഇതാണ് പതനകിരണം. ഈ ഇൻസിഡന്റ് റേ, ഞാൻ പതന ബിന്ദുവില് ഒരു ലംബം, ഒരു നോർമൽ കൺസിഡർ ചെയ്തു. പതന ബിന്ദുവിലെ ലംബം എന്ന് പറഞ്ഞാൽ അത് ഇവിടെ, ഇതാണ് പതന ബിന്ദു. നോർമൽ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ സങ്കല്പിച്ചു. അപ്പോൾ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡന്റ് റേ ആൻഡ് നോർമൽ ടു ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഈസ് നോൺ ആസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതായത് പതന കിരണവും പതന ബിന്ദുവിൽ വരയ്ക്കുന്ന ലംബവും തമ്മിലുള്ള കോണളവാണ് എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി എന്താ പറയുന്നത് ആദ്യത്തെ നിയമത്തില്? ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സപ്പോസ് ദിസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 30 ഡിഗ്രി. ഇതൊരു 30 ഡിഗ്രിയാണ് ഈ പതന കോൺ എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അപവർത്തന കോണും എങ്ങനെയായിരിക്കും? 30 ഡിഗ്രി. നിങ്ങൾക്കറിയാം ലൈറ്റ് ഇങ്ങനെ വന്ന് പതിച്ചാൽ ഇങ്ങനെയാണ് പോവുക. അപ്പൊ ഇതും എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും.
ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. ഇനി അടുത്തതായിട്ട് ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ടു ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ടു ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആർ ഇൻ ദ സെയിം പ്ലെയിൻ. ഇതൊക്കെ ഒരേ തലത്തിൽ ആയിരിക്കും. എന്തിനാ അങ്ങനെ പറയണത്? നമ്മൾ ഓൾറെഡി ഒരു കാര്യം കണ്ടു കഴിഞ്ഞു, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണ്. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാവാം. ഇങ്ങനെ വെച്ചാലും ഈ കോൺ 30 ഡിഗ്രി ആവും. ഇനി ഇങ്ങനെ വെച്ചാലും കോൺ 30 ഡിഗ്രി ആവും. പക്ഷെ ഒരിക്കലും ഇങ്ങനെ പോവില്ല. കാരണം ഇത് എങ്ങനെയായിരിക്കുന്നത്? മൂന്നും ഒരു പ്ലെയിനിലായിരിക്കണം. അതാണ് രണ്ടാമത്തെ നിയമം പറയുന്നത്. അപ്പോ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും പതനകോണും പ്രതിപതനകോണും തുല്യമാണെന്ന് തെളിയിക്കാൻ അവിടെ ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടുണ്ട്. എന്താ അത്? ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ച് പേപ്പറിൽ നമ്മൾ ആംഗിൾസ് മാർക്ക് ചെയ്യുക. അപ്പൊ നോർമൽ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി, ഇത് 20 ഡിഗ്രി ആണെങ്കിൽ ഇത് 20 ഡിഗ്രി, ഇവിടെ 40 ഡിഗ്രി, റഫായിട്ട് വരയ്ക്കുകയാണ് 40 ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾസ് മാർക്ക് ചെയ്തിട്ട് ഈ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുക. വരച്ചിട്ട് ഇവിടെ കണ്ണാടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ലൈറ്റ് അടിക്കുക. ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലൈൻ, ഇത് നോർമലാണ്, ഈ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ഇതിൽ കൂടെ പോകുന്ന തരത്തിലൊരു ലേസർ ലൈറ്റോ ഒരു ലൈറ്റ് ബീമോ ചെന്ന് കണ്ണാടിയിൽ വീണ് കഴിഞ്ഞാൽ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാ? ഇവിടെ ഇതാണ് നോർമൽ, കണ്ണാടിയിലെ മുകളിൽ വരയ്ക്കുന്നത് നോർമൽ. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 15-20 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആ ലൈറ്റ് എങ്ങനെ പോണ കാണാം? ഈ 20 ഡിഗ്രിയിലെ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ കടന്നു പോകുന്നതാണ്. അപ്പോ എങ്ങാനും പരീക്ഷയ്ക്ക് ചോദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് എഴുതി വെക്കാം. അതുമായി ബന്ധപ്പെട്ട ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചിത്രം വരച്ച് ടേംസും പഠിക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത കാര്യങ്ങൾ എടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ ചിത്രങ്ങൾ വരച്ച് പഠിക്കണം. ഓരോ ടേംസും എന്താണെന്ന് അറിയണം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പതനകോണും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ പ്രതിപതനകോണും തുല്യമായിരിക്കും. അതും ഓർക്കണം. ഓക്കെ, കാരണം ചിലപ്പോൾ ചോദിക്കും പതനകോൺ ഇൻസിഡന്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇത്രയാണെങ്കിൽ എന്താ, വാട്ട് ഇസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, എന്താണ് പ്രതിപതന കോൺ എന്ന് ചോദിക്കും. വളരെ സിമ്പിളാണ്, രണ്ടും തുല്യമാണ് എന്ന് ഓർത്താൽ മതി. ഓക്കെ.